അതിനിടയ്ക്ക് കോൺഗ്രസിൽ വലിയ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ട്. അത് വയനാട്ടിൽ നിന്നുള്ള മന്ത്രി ആരാകുമെന്നതിനെ ചൊല്ലിയാണ്. മന്ത്രിസ്ഥാനത്തേക്ക് വയനാട്ട് MP പ്രിയങ്ക ഗാന്ധിയുടെ പിന്തുണ IC ബാലകൃഷ്ണന്. വയനാട്ടിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് IC ബാലകൃഷ്ണനോ T സിദ്ദിഖോ എന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. തർക്കം തുടരുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ഷഫീദ്, IC ബാലകൃഷ്ണന് മറ്റു ചില പരിഗണനകൾ കൂടി, അതായത് പട്ടികവർഗ വിഭാഗത്തിൽ ഒരു മന്ത്രി വേണം തുടങ്ങിയ പരിഗണനയൊക്കെ വരുമ്പോൾ IC ബാലകൃഷ്ണന്റെ പേര് സ്വാഭാവികമായും പരിഗണിക്കപ്പെടും. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പിന്തുണ കൂടി വരുമ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം സ്ഥാനം ഉറപ്പിക്കുകയാണോ? എന്ത് തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് എത്തുന്നത്? ദിൽന, കോൺഗ്രസിനെ സംബന്ധിച്ച ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തർക്കം അത് വയനാട്ടിലെ മന്ത്രിയെ ചൊല്ലിയാണ്. മാത്രമല്ല അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ KPCC നേതൃത്വത്തിനോ അതല്ല അതുമായി ബന്ധപ്പെട്ട നേതാക്കൾ തമ്മിൽ നടത്തിയ ചർച്ചയിലോ ആയിട്ടില്ല. നമുക്കറിയാം, രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച പേരായിരുന്നു മുസ്ലിം പ്രാതിനിധ്യം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അൻവർ സാദത്ത് എന്നുള്ളത്. എന്നാൽ അൻവർ സാദത്തിനെ ലീഗിന്റെ പ്രാതിനിധ്യം അനുസരിച്ച് ലീഗിന് സീറ്റ് കൊടുക്കുന്ന സാഹചര്യത്തിൽ പരിഗണിക്കാൻ കഴിയില്ലെങ്കിൽ IC ബാലകൃഷ്ണൻ അല്ലെങ്കിൽ ജ്യോതികുമാർ ചാമക്കാല അതുമല്ലെങ്കിൽ TJ വിനോദ് അടക്കമുള്ള ആളുകളെ പരിഗണിക്കണം എന്നുള്ളതായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടുകൂടി IC ബാലകൃഷ്ണൻ എന്നുള്ള പേരിൽ വളരെ പ്രധാനപ്പെട്ട മുൻതൂക്കം കൽപ്പിക്കുകയും അക്കാര്യത്തിൽ തീരുമാനമെടുക്കണം രമേശ് ചെന്നിത്തല ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത്. പിന്നാലെ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തമ്മിലൊരു കൂടിയാലോചന അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. അപ്പോഴാണ് T സിദ്ദീഖിന്റെ പേര് മുന്നോട്ട് വെക്കാനുള്ള നീക്കം അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. നമുക്കറിയാം, KC വേണുഗോപാലിന്റെ അടക്കം പിന്തുണ ആർക്കാണ് എന്നുള്ളത്. IC ബാലകൃഷ്ണന്റെ കാര്യത്തിലാകട്ടെ രമേശ് ചെന്നിത്തല ക്യാമ്പ് അക്കാര്യത്തിൽ ആവർത്തിച്ചതെങ്കിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഷാനിമോൾ ഉസ്മാന്റെ അടക്കം കാര്യത്തിൽ മറ്റൊരു തീരുമാനം മന്ത്രിസ്ഥാനം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തീരുമാനത്തിലേക്ക് ഡെപ്യൂട്ടി സ്പീക്കർ അടക്കമുള്ള തീരുമാനത്തിലേക്ക് എത്തിയെങ്കിൽ കൂടി ആരാകും വയനാട്ടിൽ നിന്നുള്ള മന്ത്രി എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. T സിദ്ദീഖ് അല്പസമയം മുൻപ് AK ആന്റണിയെ നേരിൽ വന്ന് കണ്ടിരുന്നു. അത് നമ്മൾ വാർത്തയായി നൽകുകയും ചെയ്തിരുന്നു. IC ബാലകൃഷ്ണൻ സമാനമായി അങ്ങനൊരു ആവശ്യം അതല്ലെങ്കിൽ പട്ടികജാതി വിഭാഗത്തിന്റെ പ്രാതിനിധ്യം അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പാക്കണമെന്നുള്ള ആവശ്യം നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നേതാക്കൾ തീരുമാനിക്കട്ടെ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഏതായാലും ആ തർക്കം തുടരുന്ന സാഹചര്യത്തിൽ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിക്ക് IC ബാലകൃഷ്ണന്റെ പേരിനോടാണ് താല്പര്യം കൂടുതൽ എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് ആ സാഹചര്യം പോകുന്നതെങ്കിൽ IC ബാലകൃഷ്ണൻ മുൻതൂക്കമുണ്ട് എന്നുള്ള കാര്യം പറയേണ്ടി വരും. ഏതായാലും സംസ്ഥാന തലത്തിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനം സംസ്ഥാന നേതാക്കൾക്കോ KPCC നേതൃത്വത്തിനോ ആ തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ആ തീരുമാനം എടുക്കാൻ ഹൈക്കമാൻഡിന് വിട്ടിരിക്കുകയാണ്. ഹൈക്കമാൻഡ് ആ തീരുമാനം അറിയിക്കും. ഡൽഹിയിൽ അക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ കൂടിയാലോചന അടക്കമുള്ള കാര്യങ്ങൾ നടത്തി ഏതാണ്ട് അരമണിക്കൂറിനുള്ള തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും എന്ന തരത്തിലേക്കുള്ള വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ദിൽന, ശരി ഷഫീദ്, ഏതായാലും മുഖ്യമന്ത്രി ചർച്ച പോലെ തന്നെ ഈ മന്ത്രിക്കാര്യത്തിലും ഹൈക്കമാൻഡിലേക്ക് പോവുകയാണ്. ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു നിർദ്ദേശം തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ്. സാങ്ഷൻ ചെയ്യലല്ല, അവിടെ തന്നെ ഒരു നിർദ്ദേശം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. നേരത്തെ PK ജയലക്ഷ്മി മന്ത്രിസഭയിൽ ഇതുപോലെ എത്തിയത് സോണിയാഗാന്ധിയുടെ ഇടപെടലിനെ കൊണ്ടാണെന്ന് ബ്രിഗേഡാണ് അന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്ന. ഇത്തവണയും വയനാട്ടിൽ നിന്നൊരു മന്ത്രി അത് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ മൂലമുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സാമുദായിക സമവാക്യങ്ങൾ, ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഇതെല്ലാം കോൺഗ്രസിന് പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞു കേട്ട പല പേരുകളും മാറുകയും പുതിയത് വരികയും അങ്ങനെ മാറി മറിയുകയാണ് മന്ത്രിപ്പട്ടിക കോൺഗ്രസിനെ. അവസാന മിനിറ്റുകളിലും പേരുകളിൽ മാറ്റമുണ്ടാകുന്നു എന്നതാണ് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.